വെൽക്കം ടു സൈസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിസിയോളജിയിലെ ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് ബ്രെയിൻ ആക്ടിവിറ്റി ആൻഡ് ടെക്നിക്സ് ഇൻ ന്യൂറോ ഫിസിയോളജി ആണ്. നമ്മുടെ ഫിസിയോളജിയിലെ ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂൾ, അതേപോലെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് ഈ ഒരു ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് നമുക്ക് 3 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സ്ലീപ്പ്, ബേസിക് തിയറീസ് ഓഫ് സ്ലീപ്പ്, ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്സ്. ഇത്രയും 3 കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള സ്ലീപ്പ് എന്താണെന്ന് നോക്കാം. സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസും അതേപോലെ തന്നെ ബേസിക് ബോഡിലി ഫങ്ഷൻസ് സ്ലോ ഡൗൺ ചെയ്യിക്കുന്ന പ്രോസസ്സും, അതായത് നമ്മുടെ ഹാർട്ട് റേറ്റ് സ്ലോ ഡൗൺ ചെയ്യിക്കുക, ബ്രീത്തിങ് സ്ലോ ഡൗൺ ചെയ്യിക്കുക പോലെയുള്ള ബേസിക് ബോഡിലി ഫങ്ഷൻസിൻ്റെ സ്ലോ ഡൗണും അതുപോലെ തന്നെ നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ ഉണ്ടാകുന്ന മേജർ ഷിഫ്റ്റ്സും ഒക്കെ നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്ലീപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒന്നാണ് സ്ലീപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ എത്ര കാലമാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1/3 ഭാഗവും നമ്മൾ ഉറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യാന്നാണ് എന്താ പറയുക സ്റ്റഡീസ് പറയുന്നത്. സൈക്കോളജിയിൽ നമ്മൾ സ്ലീപ്പിനെ കുറിച്ച് പഠിക്കുന്നത് നമ്മുടെ കൊഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ വെൽബീയിങ്ങിലുള്ള സ്ലീപ്പിൻ്റെ എന്താ പറയുക ഇമ്പോർട്ടൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സ്ലീപ്പിനെ നമുക്ക് മെയിനായിട്ട് 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. NREM സ്ലീപ്പ് ആൻഡ് REM സ്ലീപ്പ്. NREM സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ എന്താ പറയുക റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പാണ്. അതാണ് NREM സ്ലീപ്പ്. REM സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. ഇങ്ങനെ 2 സ്റ്റേജസ് ആയിട്ട് നമുക്ക് സ്ലീപ്പിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഒരു 2 എന്താ പറയുക ടൈപ്പ് ഓഫ് സ്ലീപ്പും, അതായത് ഈ നോൺ REM സ്ലീപ്പും അതേപോലെ REM സ്ലീപ്പും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഒരു സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നത്. ഇനി ഈ പറയുന്ന നോൺ REM സ്ലീപ്പിൽ തന്നെ 4 ഡിഫറെൻറ്റ് സ്റ്റേജസും വരുന്നുണ്ട്. അതുപോലെ തന്നെ REM സ്റ്റേജിൽ ഒരു സ്റ്റേജും, അങ്ങനെ ടോട്ടൽ 5 സ്റ്റേജസിലൂടെയാണ് നമ്മുടെ ഒരു സ്ലീപ്പ് സൈക്കിൾ കടന്നു പോകുന്നതെന്ന് പറയാം. അതായത് NREM സ്റ്റേജിൽ 4 സ്റ്റേജസും REM സ്റ്റേജും, അങ്ങനെ ടോട്ടൽ 5 സ്റ്റേജസിലൂടെയാണ് നമ്മുടെ ഒരു സ്ലീപ്പ് സൈക്കിൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു എന്താ പറയുക സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 90 മിനിറ്റ് മുതൽ 120 മിനിറ്റ് വരെ ലാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ദിവസം ഉറങ്ങി എണീക്കുമ്പോൾ ഒരു 4 തൊട്ട് 6 സൈക്കിളിലൂടെ വരെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് പറയാറ്. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സ്ലീപ്പും അതേപോലെ സ്ലീപ്പിൻ്റെ സ്റ്റേജസും അതിൽ ഓരോ സ്റ്റേജസിലും ഉണ്ടാകുന്ന എന്താ പറയുക ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ ബ്രെയിൻ വേവ്സിൽ ഉണ്ടാകുന്ന ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ടോട്ടൽ 5 സ്റ്റേജസ് ആണ് നമ്മുടെ സ്ലീപ്പിനുള്ളത്. അതിൽ 4 സ്റ്റേജസ് നോൺ REM സ്ലീപ്പും പിന്നെ വരുന്ന ലാസ്റ്റ് സ്റ്റേജ് 5th സ്റ്റേജ് എന്ന് പറയുന്നത് REM സ്ലീപ്പുമാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ സ്റ്റേജസ് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ NREM സ്ലീപ്പിൽ 4 സ്റ്റേജസ് ആണ് കൺസിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ വേവ് പാറ്റേൺസും അതേപോലെ തന്നെ ഫിസിയോളജിക്കൽ ചേഞ്ചസും ആണ് ഓരോ ഇൻഡിവിജ്വലും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലുണ്ടാകുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ബ്രെയിൻ വേവ് പാറ്റേൺസും അതേപോലെ തന്നെ ഫിസിയോളജിക്കൽ ചേഞ്ചസും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ സ്റ്റേജ് 1 എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഫേസ് ആണ്. അത് ലൈറ്റ് സ്ലീപ്പ് ഫേസ് ആണ് എന്താ പറയുക NREM സ്ലീപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അവെയ്ക്ക് ആയിരിക്കുന്ന ഒരു ടൈമിൽ നിന്ന് എന്താ പറയുക സ്ലീപ്പിലേക്ക് പോകുന്ന ഒരു ട്രാൻസിഷണൽ പീരീഡ് ആയിരിക്കും. നമുക്കറിയാം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടുള്ള ടൈമിൽ ആൽഫ വേവ്സ് ആയിരിക്കും കൂടുതൽ നമ്മുടെ ബ്രെയിനിൽ പ്രസൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജ് 1 NREM സ്ലീപ്പിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിന് ഫീവർ ആൽഫ വേവ്സിനെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് നമ്മുടെ ആൽഫ വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും, പകരം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലോ ആംപ്ലിറ്റ്യൂഡ് മിക്സഡ് ഫ്രീക്വൻസി ആക്ടിവിറ്റീസിനായിരിക്കും. അതായത് നമ്മൾ എന്താ പറയുക ഉണർന്നിരിക്കുന്നതിൽ നിന്ന് ഉറക്കത്തിലേക്ക് പോകുന്ന ടൈമിൽ ഈ ഒരു എന്താ പറയുക ട്രാൻസിഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ലോ ആംപ്ലിറ്റ്യൂഡ് മിക്സഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിനെ ആയിരിക്കും നമ്മുടെ ബ്രെയിൻ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുക ആൽഫ വേവ്സിനെ കാട്ടിലും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജ് 1 നമ്മുടെ മസിൽ ആക്ടിവിറ്റി ഒക്കെ സ്റ്റിൽ പ്രസൻ്റ് ആയിരിക്കും. അതേപോലെ നമ്മുടെ ബ്രീത്തിങ്ങും റെഗുലർ ആയിട്ട് ഈ ഒരു സ്റ്റേജ് 1 നടക്കും. നമ്മൾ പൊതുവെ പെട്ടെന്ന് ഉണർത്താൻ സാധിക്കുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മൾ
ഉണർന്നിരിക്കുന്നതിന് ജസ്റ്റ് ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസിഷണൽ പീരീഡ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പെട്ടെന്ന് ഒരാൾക്ക് ഉണർത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ മസിൽ ആക്ടിവിറ്റി ഒക്കെ പ്രസന്റ് ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹിപ്നിക് ജെർക്ക്, അതായത് സഡൻ മസിൽ കോൺട്രാക്ഷൻസും ഈ ഒരു സ്റ്റേജിൽ എന്താ പറയുക ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സ്റ്റേജ് 1-ലുള്ള എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റേജ് 2 നോക്കാം. ഈ ഒരു സ്റ്റേജ് 2-ൽ നമ്മുടെ ബ്രെയിന് ചില സ്പെസിഫിക് എന്താ പറയുക ബ്രെയിൻ പാറ്റേൺസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. സ്ലീപ്പ് സ്പിൻഡിൽസ്, കെ കോംപ്ലക്സസ് പോലെയുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള പാറ്റേൺസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്ലീപ്പ് സ്പിൻഡിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് ബ്രെയിൻ ആക്ടിവിറ്റി ആണ്, അതിനെയാണ് നമ്മൾ സ്ലീപ്പ് സ്പിൻഡിൽസ് എന്ന് പറയുന്നത്. കെ കോംപ്ലക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോ ആൻഡ് ലാർജ് വേവ്സിനെയാണ് കെ കോംപ്ലക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേജ് 1 എന്താണ്, കുറച്ചുകൂടി ഒരു ലൈറ്റ് സ്ലീപ്പ് ഫേസ് ആണ്. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്ന ഒരു സ്റ്റേജ് ആണ് സ്റ്റേജ് 2 ഓഫ് NREM സ്ലീപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞുകൂടെ സ്ലീപ്പ് സ്പിൻഡിൽസും കെ കോംപ്ലക്സസും ആണ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് പാറ്റേൺ എന്ന് പറയുന്നത്. അതിൽ തന്നെ സ്ലീപ്പ് സ്പിൻഡിൽസ് നമ്മുടെ മെമ്മറി കൺസോളിഡേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറീനെ ലോങ് ടേം മെമ്മറി ആക്കി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്ലീപ്പ് സ്പിൻഡിൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കെ കോംപ്ലക്സസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും പുറത്തുള്ള എന്തെങ്കിലും എക്സ്റ്റേണൽ സ്റ്റിമുലൈസ് കാരണം നമ്മുടെ ഉറക്കത്തിൽ നിന്ന് എണീക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു എക്സ്റ്റേണൽ എന്തെങ്കിലും അറൗസൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ കെ കോംപ്ലക്സ് ആണ്. ഈ ഒരു സ്റ്റേജിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞു ഒരു 4 തൊട്ട് 6 സ്ലീപ്പ് സൈക്കിൾ വരെ ഒരു മനുഷ്യൻ്റെ ഒരു ഫുൾ ഉറക്കത്തിൽ കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് സൈക്കിളിൽ ഒരു 10 to 25 മിനിറ്റ്സ് വരെയാണ് ഈ ഒരു സ്റ്റേജ് 2 ലാസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ടോട്ടൽ സ്ലീപ്പിൻ്റെ 45 to 55% നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജ് 2-ലായിരിക്കും. അതിലുണ്ടാകുന്ന ബോഡി ചേഞ്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് എന്ത് ചെയ്യും, സ്ലോ ഡൗൺ ആയി തുടങ്ങും, നമ്മുടെ ടെമ്പറേച്ചർ കുറഞ്ഞു തുടങ്ങും. അതേപോലെ തന്നെ സ്റ്റേജ് 1-നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നിന്ന് എണീക്കുക എന്നുള്ളത്. പെട്ടെന്ന് നമുക്ക് വിളിച്ചുണർത്താൻ പറ്റില്ല. സ്റ്റേജ് 1-നെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും ഇതിന്ന് നമ്മളൊന്ന് ഉണർത്തുന്നതിന് വേണ്ടിയിട്ട്. ഇതാണ് സ്റ്റേജ് 2-ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റേജ് 3 and 4 ഓഫ് NREM സ്ലീപ്പ് നോക്കാം. പൊതുവെ നമ്മൾ ഈ ഒരു NREM സ്ലീപ്പിലെ 3rd and 4th സ്റ്റേജിനെ ഒരുമിച്ചാണ് പറയാറ്. കാരണം ഈ 2 സ്റ്റേജിലും പൊതുവെ ഏറെക്കുറെ ഒരേ എന്താ പറയുക ബ്രെയിൻ പാറ്റേൺസും അതേപോലെ തന്നെ ഫിസിയോളജിക്കൽ ചേഞ്ചസും ആണ് നടക്കാറ്. 3rd and 4th സ്റ്റേജ് ഓഫ് NREM സ്ലീപ്പിൽ നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡെൽറ്റ വേവ്സ് ആയിരിക്കും. ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞ് നമ്മൾ EEG ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നത് ഡെൽറ്റ വേവ്സിൻ്റെ പ്രസൻസ് ആയിരിക്കും. ഈ ഡെൽറ്റ വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഇൻ ആംപ്ലിറ്റ്യൂഡും ലോ ഇൻ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയുക വേവ്സിനെ ആയിരിക്കും നമ്മുടെ ബ്രെയിൻ ഈ 3rd and 4th സ്റ്റേജസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജസ് ആണ് നമ്മുടെ ഡീപ്പ് സ്ലീപ്പിൻ്റെ ഒരു ബിഗിനിങ് ആയിട്ട് പറയുന്നത്. നമ്മൾ ഏറ്റവും ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് എത്തുക നമ്മുടെ NREM സ്ലീപ്പിലെ 3rd and 4th സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ റീസ്റ്ററേഷനും റിക്കവറിയിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നതും ഈ 2 സ്റ്റേജസ് ആണ്. അത് കൂടാതെ നമ്മുടെ മസിൽസ് എന്താണ് കുറച്ചും കൂടെ അധികം റിലാക്സ്ഡ് ആവാൻ തുടങ്ങും. നമ്മുടെ എന്താ പറയുക മസിൽ ആക്ടിവിറ്റീസ് ഒക്കെ വളരെയധികം കുറഞ്ഞു തുടങ്ങും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബ്രീത്തിങ് സ്ലോ ഡൗൺ ആവുകയും റെഗുലർ ആവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ലീപ്പിൻ്റെ എന്താ പറയുക നമ്മുടെ ഫസ്റ്റ് സ്ലീപ്പ് സൈക്കിളിൽ ഒരു 20 to 40 മിനിറ്റ്സ് ആയിരിക്കും ഈ ഒരു ഡീപ്പ് സ്ലീപ്പ് ലാസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക 50 to 25% ആയിരിക്കും നമ്മുടെ ടോട്ടൽ സ്ലീപ്പ് ടൈമിൽ ഈ ഒരു 2 സ്റ്റേജസ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്ലീപ്പ് സൈക്കിളിൽ ഒരു 20 to 40 മിനിറ്റ്സ് ആയിരിക്കും ഈ ഒരു 3rd and 4th സ്റ്റേജ് ലാസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ലേറ്റർ സൈക്കിൾസിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഈ ഒരു 20 to 40 മിനിറ്റ്സ് എന്നുള്ളൊരു കാര്യം കുറയാണ് ചെയ്യുക. ലേറ്റർ സൈക്കിളിൽ കുറച്ചും കൂടെ കുറഞ്ഞു തുടങ്ങും നമ്മുടെ ഈ ഒരു 3rd and 4th സ്റ്റേജ് ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അത് കൂടാണ്ട് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് ഈ ഒരു NREM സ്റ്റേജ് 3rd and 4th നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എഴുതേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് ഇരിക്കേണ്ട ഒരു കാര്യമാണ് റീസ്റ്ററേറ്റീവ് പ്രോസസ്സ്. നമ്മളെന്ന് പറഞ്ഞു ഈ ഒരു നമ്മുടെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ
നമ്മുടെ ഫിസിക്കൽ റീസ്റ്റോറേഷൻ, അതായത് റീസ്റ്റോറേഷൻ പ്രോസസ്സും റിക്കവറി പ്രോസസ്സും ഒക്കെ നടക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ ഏറ്റവും അധികം ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജും ഈ ഒരു സ്റ്റേജ് ആയിരിക്കും. നമ്മളെ പെട്ടെന്നൊന്നും ആരും എന്താ പറയുക വിളിച്ചുണർത്തി കഴിഞ്ഞാൽ നമ്മളെ ഉണരാൻ പറ്റില്ല, കാരണം അത്രയും ഡീപ്പായിട്ടുള്ള ഒരു സ്ലീപ്പിലേക്ക് പോകും. അതിനുള്ള ഒരു റീസൺ എന്താണ്, നമ്മൾ ഈ ഒരു റീസ്റ്റോറേറ്റീവ് പ്രോസസ്സിലൂടെയും കൂടി കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതായത് ടിഷ്യൂ റിപ്പയർ, അതേപോലെ ഗ്രോത്ത് ഹോർമോൺസിന്റെ റിലീസസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു 3rd and 4th സ്റ്റേജിലായിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ NREMലുള്ള 4 സ്റ്റേജസിൽ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജസ് കടന്നു പോയതിനു ശേഷം, അതായത് NREMന്റെ 4 സ്റ്റേജസിന് ശേഷം നമ്മൾ REM സ്റ്റേജിലും കൂടി, അതായത് നമ്മുടെ ലാസ്റ്റ് സ്ലീപ്പിന്റെ സ്റ്റേജ് ആയിട്ടുള്ള REM സ്ലീപ്പും കൂടി കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു സൈക്കിള് കംപ്ലീറ്റ് ആവുന്നത്. ഇനി നമുക്ക് REM സ്ലീപ്പിന്റെ എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള REM സ്ലീപ്പിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൽഫ വേവ്സിന് സിമിലർ ആയിട്ടുള്ള വേവ്സ് ആയിരിക്കും. നമ്മുടെ ആൽഫ വേവ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ കണ്ടുവരുന്ന വേവ്സ് ആണ് ആൽഫ വേവ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനോട് സിമിലർ ആയിട്ടുള്ള വേവ്സ് ആയിരിക്കും നമ്മുടെ ഒരു REM സ്ലീപ്പിലും അല്ലെങ്കിൽ ഈ REM സ്റ്റേജിൽ നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കൂടാണ് ഇതിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പേര് പോലെ തന്നെ റാപ്പിഡ് ഐ മൂവ്മെന്റ്, അതന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. റാപ്പിഡ് ആയിട്ടുള്ള ഐ മൂവ്മെന്റ്സ് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നുണ്ടാവും. അത് കൂടാണ്ട് നമ്മുടെ വെയ്ക്ക്ഫുൾനെസ്സിന്, അതായത് ഉണർന്നിരിക്കുന്നതിന് റിസംബിൾ ആയിട്ടുള്ള ബ്രെയിൻ വേവ്സും അല്ലെങ്കിൽ ബ്രെയിൻ ആക്ടിവിറ്റിയും ആയിരിക്കും നമ്മൾ ഈ ഒരു REM സ്ലീപ്പിൽ കണ്ടുവരുന്നത്. ഈ ഒരു എന്താ പറയുക നമ്മൾ ആക്റ്റീവ് ആയിരിക്കും, നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കുന്നുള്ള സമയത്ത് കണ്ടുവരുന്ന ആൽഫ വേവ്സിന് സിമിലർ ആയിട്ടുള്ള വേവ്സ് കണ്ടുവരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു REM സ്ലീപ്പിനെ നമ്മൾ പൊതുവെ പാരഡോക്സിക്കൽ സ്ലീപ്പ് എന്നും പറയുന്നത്. നമ്മുടെ വിവിഡ് ആയിട്ടുള്ള ഡ്രീംസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ്. അതായത് നമ്മൾ ചിലപ്പോൾ പട്ടി കടിക്കാൻ വന്ന് നമ്മൾ ഓടിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര വിവിഡായിട്ട് നമുക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്വപ്നം കാണുന്ന ടൈമിൽ അത് ശരിക്കും നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടി, അതായത് ഇപ്പോൾ ഒരു പട്ടി കടിക്കാൻ വന്നപ്പോൾ നമ്മൾ ഓടി എന്ന് വിചാരിച്ചു, അങ്ങനെ ശരിക്കും നമ്മൾ ബെഡിൽ കിടന്ന് ഓടാതിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ വെച്ച് നമ്മുടെ ബോഡീനെ പാരലൈസ് ചെയ്യുന്നുണ്ട്. ഫിസിക്കലി നമ്മളൊരു കാര്യം നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന ഒരു കാര്യം ഫിസിക്കലി ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രെയിന് നമ്മുടെ ബോഡീനെ പാരലൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നമ്മുടെ REM സ്ലീപ്പിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഒരു REM സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷണൽ റെഗുലേഷൻ, മെമ്മറി കൺസോളിഡേഷൻ, കൊഗ്നിറ്റീവ് ഫങ്ഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ REM സ്ലീപ്പ് എന്ന് പറയുന്നത്. അത് കൂടാണ്ട് നമ്മുടെ ഫസ്റ്റ് സൈക്കിളിൽ പൊതുവെ ഒരു 10 minutes ആയിരിക്കും ഈ ഒരു REM പീരീഡ് ലാസ്റ്റ് ചെയ്യുന്നത്, അതായത് ഒരു 10 minutes. കൂടാണ്ട് നമ്മുടെ ടോട്ടൽ സ്ലീപ്പ് ടൈമിൻ്റെ ഒരു 20 to 25% ആയിരിക്കും നമ്മൾ ഈ ഒരു REM സ്ലീപ്പിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 5 സ്റ്റേജസ് ആണ് നമ്മുടെ സ്ലീപ്പിനുള്ളത്. അതിൽ 4 സ്റ്റേജസ് നോൺ REMഉം പിന്നെയുള്ള ഒരു സ്റ്റേജ് REM. അപ്പോൾ ഇങ്ങനെ ഒരു 5 സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് ഈ ഒരു സ്ലീപ്പ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സ്ലീപ്പ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 NREM സൈക്കിള്, അത് കഴിഞ്ഞിട്ട് REM വരണമെന്നില്ല. ചിലപ്പോൾ ഈ ഒരു 4 NREM സ്റ്റേജസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക സെക്കൻഡ് സ്റ്റേജ് ഓഫ് NREM സ്ലീപ്പും കൂടി വന്നതിന് ശേഷമായിരിക്കും ഈ ഒരു REM സ്ലീപ്പിലേക്ക് ഇറക്കാം. അങ്ങനെയാണ് നമ്മുടെ ഒരു സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 4 മുതൽ 6 വരെയുള്ള സൈക്കിളിലൂടെയാണ് ഒരു മനുഷ്യൻ ഒരു ദിവസം ഉറങ്ങുമ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സ്ലീപ്പിലും അതേപോലെ സ്ലീപ്പിൻ്റെ സ്റ്റേജസിലും പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ലീപ്പിൻ്റെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബേസിക് തിയറീസും കാര്യങ്ങളാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.